ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ ഒഴിച്ചുകറിയുടെ വീഡിയോ ആയിട്ടാണ്. ഉണക്കമീനും പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം പുളിയുള്ള പച്ചമാങ്ങയാണ്. 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിൽ. പിന്നെ 4 പച്ചമുളക്, ഒരു 5-6 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉണക്ക ചെമ്മീനാണ്. അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ എടുക്കാവുന്നതാണ്. ചെമ്മീൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പച്ചമാങ്ങയുടെ സീസൺ ആണെങ്കിൽ പച്ചമാങ്ങയൊക്കെ വെച്ചിട്ട് നമുക്കിതേപോലെ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് നല്ലൊരു കറിയാക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയായിരിക്കും. നമ്മൾ നന്നായിട്ട് ഇളക്കി ഈ ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഈ കറി വെക്കുന്നത്. ഇപ്പോൾ മൺചട്ടിയിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലൊരു ഫ്ലേവറിനും നല്ലൊരു മണത്തിനൊക്കെയാണ്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം ഉപ്പുപൊടി, ഇത്രയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/2 മുറി തേങ്ങ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കുന്നതിന് വേണ്ടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരപ്പ് നല്ല പേസ്റ്റ് രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് തിരുമ്മി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തിക്നെസ് ഒന്ന് നോക്കാം. നന്നായിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ലൂസാക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം. ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. കാരണം നമ്മൾ ചേർത്തിട്ടുള്ള ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങുന്നതിന് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ കഷ്ണങ്ങളൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മാങ്ങയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നന്നായിട്ട് ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല തിക്കായി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ കറിക്കൊക്കെ നല്ലൊരു കളറും വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്തിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് വെന്ത് പോകാൻ പാടില്ല. അതായത് ഒരു കടിക്കുന്ന രീതിയിൽ വേണം മാങ്ങ കഷ്ണങ്ങളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കണം. ഈ കറി മാറ്റി വെച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് 2 വറ്റൽമുളകും ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് ഈ ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചതും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ പച്ചമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടൻ റെസിപ്പിയാണ്. അതേപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ഒരു ഒഴിച്ചുകറിയാണ്. അപ്പം ഈ പച്ചമാങ്ങയുടെ സീസണിൽ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.